എളുപ്പത്തിലൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ? അതിനായിട്ട് 1000 ഗ്രാമിൻ്റെ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 സവാള ഫ്രൈ ചെയ്തതും, 2 തക്കാളി, 10-12 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, 1 ടീസ്പൂൺ ജീരകപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പോളം തൈരും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 2 ടീസ്പൂൺ നെയ്യും, സവാള ഫ്രൈ ചെയ്ത കുറച്ച് എണ്ണയും, കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 3 മണിക്കൂറോളം മാറ്റി വെക്കാം. ഇത് കുക്കറിൽ ഒരു വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ചോറിനായിട്ട് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ച് 3/4 വേവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇത് നേരത്തെ വേവിച്ച് വെച്ച് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും സാഫ്രോൺ പാലിൽ മിക്സ് ചെയ്ത് കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാർ. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ